ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയായ രഞ്ജനി ശ്രീനിവാസന്റെ വിസ അമേരിക്കൻ ഭരണകൂടം പിൻവലിച്ചു. അമേരിക്ക വിട്ടുപോകാനും അനുമതി നൽകി. പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലാണ് ഈ നടപടി. ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പോടെയാണ് രഞ്ജനി ശ്രീനിവാസൻ അമേരിക്കയിലെത്തിയത്. പഠന സംബന്ധമായ എല്ലാവിധ ചെലവുകളും വഹിക്കുന്നതിനുള്ള പണമാണ് ഈ സ്കോളർഷിപ്പ് വഴി ലഭിക്കുന്നത്. ഇത് അമേരിക്കയുടെ ഔദാര്യമാണ്. ഒരു ഭീകരവാദി പ്രസ്ഥാനമായി അമേരിക്കൻ ഭരണകൂടം മുദ്രകുത്തിയിട്ടുള്ള സംഘടനയാണ് ഹമാസ്. ആക്രമണവും ഭീകരവാദവും പ്രോത്സാഹിപ്പിക്കുന്ന വിദേശികളെ തങ്ങളുടെ നാട്ടിൽ തങ്ങാൻ അനുവദിക്കില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട്. വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്ക് രഞ്ജനി ശ്രീനിവാസന്റെ അനുഭവം ഒരു പാഠമാകേണ്ടതാണ്. വിദേശികൾക്ക് രാഷ്ട്രീയ അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രവും അനുവദിക്കുന്നില്ല. അതൊക്കെ പൗരന്മാർക്കു മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളാണ്. അമേരിക്കയും ഉക്രൈനും തമ്മിൽ സൗദി അറേബ്യയിൽ വെച്ച് നടത്തിയ ചർച്ചകളെ തുടർന്ന് 30 ദിവസത്തെ വെടിനിർത്തലിന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ട്രംപിൻ്റെ പ്രതിനിധികൾ മോസ്കോയിലെത്തി ഈ വിവരം റഷ്യൻ പ്രസിഡന്റ് പുടിനെ ധരിപ്പിക്കുകയും തത്വത്തിൽ വെടിനിർത്തൽ നിർദ്ദേശം അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തു. നാറ്റോയിൽ ഉക്രൈന് അംഗത്വം നൽകുന്നതിനെ അംഗീകരിക്കില്ല എന്ന പഴയ നിലപാട് പുടിൻ ആവർത്തിച്ചു. ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തണം എന്നും നിർദ്ദേശിച്ചു. ഒരു ഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മറുഭാഗത്ത് ആക്രമണവും പുരോഗമിക്കുകയാണ്. കസക് നഗരം തങ്ങൾ വീണ്ടെടുത്തു എന്നാണ് റഷ്യയുടെ അവകാശവാദം. ഈ നഗരം റഷ്യൻ സൈനികർ വളഞ്ഞിരിക്കുകയാണെന്നും ഇവിടെ നിന്നും ഉക്രൈൻ സൈനികർക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്നുമാണ് പുടിൻ മാധ്യമങ്ങളെ അറിയിച്ചത്. ഇത് വ്യാജ വാർത്തയാണെന്നും ഈ നഗരം ഇപ്പോഴും തങ്ങളുടെ നിയന്ത്രണത്തിൽ ആണെന്നും ഉക്രൈനും അവകാശപ്പെടുന്നു. ഗാസയിലേക്ക് പോകുന്ന വാഹനങ്ങളെ തടയുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന് യമനിലെ വിമതന്മാരായ ഹൗദികൾ ഭീഷണി മുഴക്കിയത് കഴിഞ്ഞ ആഴ്ചയിലാണ്. ഗാസയിലേക്ക് പ്രവേശിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ വാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതിനെ തുടർന്നാണ് ഹൗദികൾ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിയത്. ഞായറാഴ്ച ഹൗദികളുടെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ആക്രമിച്ചുകൊണ്ടാണ് അമേരിക്ക പ്രതികരിച്ചത്. 31 പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. സുയസ് കനാലിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിച്ചാൽ നരകം ഹൗദികളുടെ മേൽ പെയ്തിറങ്ങും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഹൗദികളെ മാത്രമല്ല ഇവരെ പിന്തുണയ്ക്കുന്ന ഇറാനെയും ആക്രമിക്കുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി. എന്നാൽ പിറ്റേ ദിവസം തന്നെ ഹൗദികൾ പ്രത്യാക്രമണം നടത്തി. യമനിലെ വിമതന്മാരായ ഹൗദികൾ അത്ര വലിയ ശക്തിയുള്ള ഒരു സംഘടനയല്ല. ഇവരെ ആളും അർത്ഥവും നൽകി പോരാട്ടത്തിനൊരുക്കുന്നത് ഇറാനാണ്. മുൻനിരയിൽ ഹൗദികളാണെങ്കിലും ഇറാനാണ് അമേരിക്കയുടെ ലക്ഷ്യം. വടക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. പത്രപ്രവർത്തകരും
ജീവകാരുണ്യ പ്രവർത്തകരും കൊല്ലപ്പെട്ടു എന്നും ഇത് വെടിനിർത്തൽ വ്യവസ്ഥകളുടെ ലംഘനമാണ് എന്നുമാണ് ഹമാസ് ആരോപിക്കുന്നത്. എന്നാൽ തീവ്രവാദ പ്രവർത്തനം നടത്തിയവരെയാണ് തങ്ങൾ വധിച്ചത് എന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഒക്ടോബർ 7 ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും ഇസ്രായേൽ വ്യക്തമാക്കി. വെടിനിർത്തൽ 1 മാസത്തേക്ക് കൂടി നീട്ടുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഈ ആക്രമണം ഉണ്ടായത്. ഐക്യരാഷ്ട്രസഭയുടെ വാഹനങ്ങൾ ഗാസയിൽ പ്രവേശിക്കുന്നതിനെ ഇസ്രായേൽ തടഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഈ നിരോധനം നീക്കാമെന്ന് ഇസ്രായേലും ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസും സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ നിശ്ചയിച്ചിരുന്ന ചർച്ചകൾ തുടരാനോ സമാധാനം പുനഃസ്ഥാപിക്കാനോ ഇരു കൂട്ടരും ഒരു ശ്രമവും നടത്തുന്നില്ല. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം അമേരിക്കയെ തങ്ങളുടെ സംരക്ഷകനായിട്ടാണ് യൂറോപ്പ് കണ്ടിരുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് 2ാം പ്രാവശ്യം അധികാരത്തിൽ വന്നതോടെ 7 പതിറ്റാണ്ടായി തുടരുന്ന അമേരിക്ക യൂറോപ്പ് ബന്ധം തകരുന്നതായിട്ടാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും പ്രിയപ്പെട്ട ഒരു യുദ്ധവിമാനമാണ് A-35F. അമേരിക്കയുടെ ഈ വിമാനത്തിനു പകരക്കാരനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോർച്ചുഗലും ഫ്രാൻസും. ഈ വിമാനത്തിൻ്റെ വിൽപ്പനയും വിപണനാനന്തര സേവനവും അമേരിക്കയുടെ വലിയ വരുമാന മാർഗങ്ങളാണ്. പക്ഷിപ്പനി ബാധിച്ച 10,000-കണക്കിന് കോഴികളെ കൊന്നൊടുക്കിയതിനെ തുടർന്ന് അമേരിക്കയിൽ മുട്ടയുൽപാദനത്തിൽ വലിയ കുറവുണ്ടായി. ഇത് പരിഹരിക്കാനായി ഫിൻലാൻഡിൽ നിന്നും മുട്ട ഇറക്കുമതി ചെയ്യാൻ അമേരിക്ക നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. മുട്ടയുടെ വിലക്കയറ്റം നിയന്ത്രിക്കാനായിരുന്നു അമേരിക്ക ഫിൻലാൻഡിൻ്റെ സഹായം തേടിയത്. പരസ്പര സഹായം കൂടാതെ യൂറോപ്പിനും അമേരിക്കയ്ക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ലോകപ്രസിദ്ധങ്ങളായ 2 മാധ്യമങ്ങളാണ് വോയിസ് ഓഫ് അമേരിക്കയും റേഡിയോ ഫ്രീ ഏഷ്യയും. അമേരിക്കയുടെ വാർത്തകളും വിവരങ്ങളും പ്രചരിപ്പിക്കാനാണ് ഈ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് റഷ്യയിലെയും ചൈനയിലെയും ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ചാണ് ഈ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നുണ ഫാക്ടറികൾ എന്നാണ് ചൈന ഈ മാധ്യമങ്ങളെ വിശേഷിപ്പിക്കുന്നത്. ഇവ പിരിച്ചുവിടണമെന്ന് ഡോജിൻ്റെ തലവനായ എലൻ മസ്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശനിയാഴ്ച ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് ട്രംപ് ഉത്തരവിറക്കി. ഈ നിലയിലുള്ള പ്രചരണോപാധികൾ ആവശ്യമില്ലെന്നും ഇതിനുവേണ്ടി ചെലവിടുന്ന പണം കൊണ്ട് അമേരിക്ക ഒന്നും നേടുന്നില്ല എന്നുമാണ് വിലയിരുത്തൽ. ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടും. എന്നാൽ റഷ്യയും ചൈനയും ഇതിൻ്റെ പേരിൽ ട്രംപിനെ അഭിനന്ദിച്ചു. ചെലവ് ചുരുക്കലാണ് ലക്ഷ്യമെങ്കിലും എതിരാളിയായ ചൈനയുടെ അഭിനന്ദനം ഒരു ബോണസായിട്ടാണ് ഭരണകൂടം കാണുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ചൊവ്വാഴ്ച നടത്തിയ ഫോൺ സംഭാഷണത്തിൻ്റെ വാർത്തകൾ വലിയ പ്രാധാന്യത്തോടെയാണ് ലോകമാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ചില വ്യവസ്ഥകൾക്ക് വിധേയമായി 30 ദിവസത്തെ വെടിനിർത്തലിന് സെലൻസ്കി സമ്മതിച്ചിട്ടുണ്ടെന്ന് ട്രംപിൻ്റെ പ്രതിനിധികൾ മോസ്കോയിലെത്തി പുടിനെ അറിയിച്ചതിനു ശേഷമാണ് ഫോൺ സംഭാഷണത്തിൻ്റെ തീയതി നിശ്ചയിച്ചത്. ദീർഘനേരം ഇരു നേതാക്കന്മാരും സംസാരിച്ചു എങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനോ
ഈ മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനോ ഉള്ള ഒരു നിർദ്ദേശങ്ങളും ഉണ്ടായില്ല. വൈദ്യുതി നിലയങ്ങൾ, ആണവ നിലയങ്ങൾ, താപനിലയങ്ങൾ തുടങ്ങിയവ പ്രവർത്തിക്കുന്ന പ്രദേശങ്ങൾ 30 ദിവസത്തേക്ക് ആക്രമിക്കില്ല എന്നൊരു ഉറപ്പ് മാത്രമാണ് പുടിൻ നൽകിയത്. ഇരു നേതാക്കളും തമ്മിൽ നടന്ന ചർച്ചയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനേക്കാൾ പ്രാധാന്യം നേടിയത് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സൗഹൃദം ശക്തിപ്പെടുത്താനായിരുന്നു എന്നാണ് പലരുടെയും വിമർശനം. മതപരിവർത്തനം നടത്തുന്നവർക്ക് വധശിക്ഷ നൽകുന്ന രീതിയിൽ നിയമം പരിഷ്കരിക്കും. മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി മോഹൻ യാദവാണ് ഈ വർഷത്തെ വനിതാ ദിനത്തിൽ പുതിയ നിയമനിർമ്മാണത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചത്. ഒട്ടുമിക്ക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും മതപരിവർത്തനത്തെ ഒരു കുറ്റമായിട്ടാണ് കാണുന്നത്. നിർബന്ധിത മതപരിവർത്തനത്തെയാണ് എതിർക്കുന്നത് എന്നാണ് പരസ്യമായി പറയുന്നത്. നിർബന്ധത്തിനു വഴങ്ങിയാണോ മതം മാറിയത് എന്ന് തീരുമാനിക്കുന്നത് പോലീസാണ്. ഏതു മതത്തിലും വിശ്വസിക്കാനും അതനുസരിച്ചു ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം നൽകുന്നതാണ് നമ്മുടെ ഭരണഘടന. മതപരിവർത്തനം അനുവദിക്കാത്ത ഒരു സമൂഹത്തിൽ മതപ്രചരണത്തിന് പ്രസക്തിയില്ല. അസംഘടിതരായ സാധാരണക്കാരായ പൗരന്മാർക്ക് സംസ്ഥാന സർക്കാരിനെ എതിർത്തുകൊണ്ട് പുതിയ ഒരു മതം സ്വീകരിക്കുക എളുപ്പമല്ല. ഈ നിയന്ത്രണങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണ്. മതപരിവർത്തനത്തെ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് തികച്ചും പ്രാകൃതമായ ഒരു നടപടിയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വീകരിച്ച നിലപാടിനെ ശശി തരൂർ പ്രശംസിച്ചത് വലിയ വിവാദമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവും MP-യുമായ ഒരാൾ ഭരണകക്ഷിയെ ഇങ്ങനെ പുകഴ്ത്തിപ്പറയാമോ എന്നാണ് പലരും ചോദിക്കുന്നത്. സമുന്നതരായ നേതാക്കന്മാർ തൻ്റെ പാർട്ടിയുടെ നയങ്ങൾക്കെതിരെ പൊതുവേദിയിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നതിന് നമ്മുടെ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അംഗീകരിക്കുന്നില്ല. എന്തു പറഞ്ഞു എന്നതിനേക്കാൾ പ്രധാനമാണ് ആരെക്കുറിച്ച് പറഞ്ഞു എന്നത്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ എതിർകക്ഷിയിൽപ്പെട്ടവരെ പ്രശംസിക്കുന്നതും സ്വന്തം കക്ഷിക്കാരെ വിമർശിക്കുന്നതും വലിയ വിവാദം ആകാറില്ല. അമേരിക്കയിൽ ട്രംപിനെയും ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെയും പ്രതിപക്ഷം മാത്രമല്ല ഭരണകക്ഷിക്കാരും വിമർശിക്കുന്നുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകക്ഷിയെ തിരുത്തുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ഭരണകക്ഷിയെ മഹത്വവൽക്കരിക്കുന്നതിലൂടെ പ്രതിപക്ഷം ദുർബലമാകും എന്നത് ഒരു വസ്തുതയാണ്. ഇത് ഉൾക്കൊള്ളുന്നതാവണം പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഏതു പ്രതികരണവും. ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 9 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. വെടിനിർത്തലിൻ്റെ ലംഘനമായി ഇതിനെ വിശേഷിപ്പിച്ചു എങ്കിലും ഹമാസിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യാക്രമണം ഉണ്ടായില്ല. എന്നാൽ ചൊവ്വാഴ്ച ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ആക്രമണമുണ്ടായി. 400 പേരെങ്കിലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ബന്ദികളുടെ മോചനം വൈകുന്നതാണ് ഈ ആക്രമണത്തിന് കാരണമായി ഇസ്രായേൽ പറയുന്നത്. വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടതിൻ്റെ പേരിൽ നേരത്തെ ഒരു മന്ത്രി രാജിവെച്ചിരുന്നു. യുദ്ധം വീണ്ടും തുടങ്ങിയില്ലെങ്കിൽ രാജിവെക്കുമെന്ന് മറ്റൊരു മന്ത്രിയുടെ ഭീഷണി നിലനിൽക്കുന്നു. വീണ്ടും യുദ്ധം തുടങ്ങാതെ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് അധികാരത്തിൽ തുടരാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധത്തിനനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. ഹമാസിനെ പോലെയുള്ള ഒരു ഭീകര പ്രസ്ഥാനം ഗാസയിൽ തുടരുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടാണ് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട
രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത്? വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.